നല്ല സ്മാർട്ട് കുട്ടികളല്ലേ ജയേട്ടാ? ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ എനിക്ക് അവരുടെ പെരുമാറ്റം പിടിച്ചില്ല. അല്ലെങ്കിൽ ഓവർ സ്മാർട്ട് ആയവരെ പണ്ടേ ജയേട്ടന് ഇഷ്ടമല്ലല്ലോ. നമ്മളിവിടെ വന്നത് ബൊട്ടാനിക്കൽ റിസർച്ചിനാണ്, അല്ലാതെ അവരുടെ ലവ് ഡെവലപ്മെന്റ് റിസർച്ച് ചെയ്യാനല്ല. ലവ് റിസർച്ചിലും ജയേട്ടൻ മോശക്കാരൊന്നും ആയിരുന്നില്ലല്ലോ. അതിന് കിട്ടിയ ഡോക്ടറേറ്റ് അല്ലേ ഞാൻ. നിനക്കെപ്പോഴും തമാശയാണ്. മുഖം മുറിപ്പിച്ചിരിക്കാൻ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എന്തൊരു തണുപ്പ്. ഗോവിന്ദനോട് സപ്പറിന് വല്ലതും പറഞ്ഞോ? എനിക്ക് വല്ലാതെ വിശക്കുന്നു. വീണ്ടും കുടിച്ചിട്ടുണ്ടല്ലേ? ഐ എം സോറി മാലതി, നിന്നെ വേദനിപ്പിക്കാനല്ല. എനിക്കെല്ലാം മറക്കണം, എല്ലാം. അതിനിങ്ങനെ കുടിക്കാൻ ഇവിടെ എന്തുണ്ടായി? 4 വർഷങ്ങൾക്ക് മുമ്പ് മടക്കി വെച്ചതാണ് നമ്മൾ ആ അധ്യായം. അത് വീണ്ടും എടുത്ത് വായിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് ഞാനാണ്. ലീവ് ഇറ്റ് ജയേട്ടാ, ഞാനത് മറന്നു കഴിഞ്ഞു. നോ, നെവർ. നിനക്കത് മറക്കാനാവില്ല. നീ മറക്കാൻ ശ്രമിച്ചാലും നിന്നിലെ സ്ത്രീക്കതാവില്ല മാലതി. ഐ നോ ദാറ്റ്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് 4 വർഷങ്ങളെ ആയുള്ളൂവെങ്കിലും അതിനെത്രയോ മുമ്പ് മനസ്സ് പങ്കുവച്ചവരാണെന്ന ഒരു ദിവസമെങ്കിലും ഞാൻ അകന്നു നിന്നിട്ടുണ്ടോ? മുഖം കറുത്തൊരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും ജയേട്ടൻ. നിന്നെ ഞാൻ വഞ്ചിക്കുകയായിരുന്നു. എന്റെ വീക്ക് പോയിന്റ് മനസ്സിലായപ്പോൾ നിന്റെ വികാരങ്ങളെ മാനിക്കാൻ ഞാൻ തയ്യാറായില്ല. പകരം നീ എനിക്ക് നഷ്ടമായാലോ എന്ന ഭയത്താൽ നിന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയായിരുന്നു. ദാറ്റ്സ് മൈ സെൽഫിഷ്നെസ്. പക്ഷെ നീ എനിക്ക് നഷ്ടമായാൽ നോ, നെവർ. എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. എന്തിനിങ്ങനെ വരീഡാവുന്നു? വിവാഹ ദിവസം തന്നെ ഒരു ആക്സിഡന്റിൽ എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു വൈകല്യം സംഭവിച്ചാൽ ഭാര്യയായ ഞാനിത് സഹിക്കണ്ടേ, ക്ഷമിക്കണ്ടേ? മാലതി, ബോട്ടണിയുടെ തടിച്ച പുസ്തകങ്ങളുടെ താളുകളിലൂടെ എന്റെ ദുഃഖങ്ങൾ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ചേട്ടാ, ചേട്ടൻ എന്നെ വെറുത്താലും എനിക്ക് ചേട്ടനെ വെറുക്കാനാവില്ല. ഐ വാണ്ട് യു ആൻഡ് യുവർ ലവ്. I love you. I love you so much.